ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ദാദാ സാഹിബ് ഫാൽക്കെ മുന്നേ തന്നെ സിനിമകളിൽ ഇന്ത്യൻ സിനിമാ സാഹിത്യം തുടങ്ങുന്നത് പല കാരണങ്ങൾ കൊണ്ട്. പ്രൊപഗൻഡ എന്നൊരു വിഷയം സംഘാടകരെ തിരഞ്ഞെടുക്കാൻ തന്നെയുള്ളൊരു കാരണം കേന്ദ്രത്തിൽ BJP സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പല രീതിയിലുള്ള പ്രൊപഗൻഡ സിനിമകൾ ധാരാളമായി ഉണ്ടായി വരുന്നു എന്നൊരു സന്ദർഭത്തിലായിരിക്കും ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. ഈ ഇപ്പൊ സംസാരിച്ചതിന് അതിൽ പറയാനുള്ള കാര്യം തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം അടുത്ത ഫിലിം 5:45 അടുത്തതായി സംസാരിക്കാൻ ശ്രീ ജിതിനെ ക്ഷണിക്കുന്നു. സിനിമയെ ഒരു പ്രചരണ മാധ്യമമാക്കി നമ്മൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ പിയർ ഗ്രൂപ്പ് വേദികളിൽ അത് വളരെ പ്രധാനമാണ്. നമ്മളോട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേദികളിലൊക്കെ നിരന്തരം പറയുന്ന ഒന്നാണ് ഹെൻറി ഫെൻസ്റ്റാൻഡ് ട്രയംഫ് ഓഫ് വിൽ എന്ന് പറയുന്ന സിനിമ. എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധം തീർക്കാൻ നമുക്കാവുമോ? അതിൽ പാനലിസ്റ്റുകളുടെ അഭിപ്രായം കേട്ടാൽ എനിക്ക് കൊള്ളാം. ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചത് അത് തന്നെയാണ്. ഇതേ മാധ്യമത്തിലൂടെ തന്നെ നമ്മൾ സിനിമയെ തന്നെ നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പരാജയത്തിന്റെ ആദ്യ വഴി. നമുക്ക് സാധ്യമല്ല എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറയുന്നതാണ് പരാജയത്തിന്റെ ആദ്യ വഴി എന്നാണ് എനിക്ക് പ്രചരണം എന്നതിനെ പ്രൊപ്പഗൻഡയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതിനോട് തന്നെ പ്രശ്നമുണ്ട്. കാരണം പ്രചരണം പ്രചരണം ആ ഒരു സമയത്ത് ഒരു ദിവസം ഫുൾ പണിയെടുത്ത് അതിൻ്റെ ഒരു പിന്നെ ക്ഷീണമാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഫിലിംസുകൾ ആ രീതിയിലുള്ള സിനിമകൾ പിന്നെ കാണിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഓഡിയൻസ് കൂടി ഉണ്ടാവും. ഒമ്പതാം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ 3ാമത്തെ ദിവസത്തെ 4ാമത്തെ പ്രദർശനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നാം പ്രദർശിപ്പിക്കുന്നത് ലോക സിനിമ വിഭാഗത്തിലെ ഇൻഷാ അല്ലാ എ ബോയ് എന്ന ചിത്രം. കഴിഞ്ഞ IFFKയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സിനിമകളിൽ ഒന്നായിരുന്നു ഇൻഷാ അല്ലാ എ ബോയ് എന്ന് പറയുന്ന അജ്മൽ റഷീദ് സംവിധാനം ചെയ്തിട്ടുള്ള 2023 ഈ ചിത്രം. സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം സിനിമ എത്രമാത്രം ആളുകളിലേക്ക് എത്തുന്നു. ഇന്നത്തെ ഒരു വളരെ സ്ഫോടനാത്മകമായ ഒരു ലോക ദേശീയ സാഹചര്യങ്ങളിൽ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ വളരെ ഫലപ്രദമായി അവതരിപ്പിക്കുന്ന സിനിമ വരെ എവിടെ വരെയാണത് കടന്നു ചെല്ലുന്നത് എന്നത് അതാണ് ഏറ്റവും വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ശ്രീ ബാലകൃഷ്ണന്റെ ഒരു പുസ്തകം ഞാൻ കണ്ടിട്ട് നോക്കിയത് ഞാൻ എന്റെ സുഹൃത്ത് മാത്രമാണ് ചെറുതായിട്ടുണ്ടായത്. ഒരു സുഹൃത്തില്ല. പിന്നത്തെ ദിവസം വിളിച്ചപ്പോൾ അവന്റെ സുഹൃത്ത് ഫോൺ എടുത്തിട്ട് എല്ലാം മനസ്സിലായിരിക്കും ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞതാണ്. ഏറ്റവും പ്രധാനമായി തോന്നുന്നത് ഓൾഡ് ഓക്ക് എന്നുള്ള പടം
കാണാൻ പറ്റിയില്ല. ഭയങ്കര മോഹമുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം അത് 7ക്ക് ശേഷമാണ്. മിക്കവാറും എല്ലാ ദിവസവും 7ക്ക് ശേഷമുള്ള പടം വളരെ കാണിച്ച സിനിമകള് 20 സിനിമകളിൽ ഏതാണ്ട് പകുതിയിലധികവും ഞാൻ IFK കണ്ടതാണ്. കാഴ്ചപ്പാട് ലോക സിനിമകളിൽ അത് അംഗീകരിക്കേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ട്. ചെറു ചലനങ്ങൾ ഉണ്ടാക്കാൻ പോലും ജീവിതത്തിൽ അല്ലെങ്കിൽ പുരുഷന്മാരിൽ സ്ത്രീകൾക്കാണ് കഴിയുന്നത്. വളരെ മൈന്യൂട്ടായ ചില രംഗങ്ങൾ 2-3 ഫെസ്റ്റിവൽ ഓപ്പൺ ഫ്രെയിമിന്റെ നേതൃത്വത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെ പോലുള്ളവർക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ചലച്ചിത്രോത്സവം, ചലച്ചിത്രമേള എന്നൊക്കെ പറയുന്നത് ശബരിമല പ്രവേശനം പോലെ തന്നെയാണ് ഇന്നും. അതിന് അങ്ങനെ ഒരു അവസരം തൊട്ടുമുറ്റത്ത് സാധിപ്പിച്ചു തരുന്നതിനാണ് ഏറ്റവും അധികം സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാകാതെ വന്ന ചില കാര്യങ്ങളുണ്ട്. എന്തായാലും എല്ലാ വിമർശനങ്ങളിലും കൂടിയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ സെലക്ഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെ വന്ന് Más sentado.